ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. മുമ്പ് കാണിച്ചിരുന്നു ബാംഗ്ലൂർ എയർപോർട്ടിലെ ലോഞ്ച്. ഇതിപ്പോൾ ഒന്ന് പുതുക്കി പണിതിട്ടുള്ള ആ ഒരു ലോഞ്ചിൻ്റെ ഒരു എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഒരു ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. ഞാനിവിടുന്ന് ബംഗ്ലാദേശിക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് കൽക്കട്ടയിലേക്കാണ് എൻ്റെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇനി സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞ് ലോഞ്ച് കയറി ഭക്ഷണം കഴിച്ചിട്ട് സമയമുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് എയർപോർട്ടൊക്കെ ഒന്ന് കറങ്ങി കാണാം മൊത്തം ഒന്ന്. ഈ എയർപോർട്ട് 4000 ഏക്കറിലാണ് നിൽക്കുന്നത്. ഇത് ബാംഗ്ലൂർ നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ വടക്ക് ദേവനഹള്ളിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിപ്പോൾ ഒന്ന് പുതുക്കി പണിത് ഉഷാറാക്കിയതാണെന്ന്. ബാംഗ്ലൂരിൻ്റെ സ്ഥാപകനായ കെമ്പഗൌഡ ഒന്നാമൻ്റെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. ക്ലീൻ മാക്സ് സോളാർ വികസിപ്പിച്ച കർണാടകയിലെ ആദ്യത്തെ പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളമാണ് ഈ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. 2008 മെയ് 24 ഇത് ഉദ്ഘാടനം കഴിഞ്ഞത്. അതിനുശേഷം പിന്നെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്, പുതുക്കി പണിതിട്ടുണ്ട്. ഇതിപ്പോൾ ലാസ്റ്റ് പുതുക്കി പണിതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ 3ാമത്തെ വിമാനത്താവളമാണ് ഇത്. ഒന്ന് ഡൽഹിയും പിന്നെ മുംബൈ കഴിഞ്ഞാൽ പിന്നെ ഈ ബാംഗ്ലൂരാണ്. ഇവിടുന്ന് ഒരുപാട് സർവീസുകളുണ്ട്. ഇവിടുന്ന് സർവീസിനൊക്കെ ചാർജും കുറവാണ് പൊതുവെ, ഡൊമസ്റ്റിക് സർവീസിനും ഇൻ്റർനാഷണൽ സർവീസിനൊക്കെ. ലോകത്തെ തിരക്കേറിയ പിന്നെ 56ാമത്തെ വിമാനത്താവളമാണ് ഈ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ വിമാനത്താവളം ഉള്ളത്. 2022 ഡിസംബറിലാണ് പ്രധാനമന്ത്രി ഈ പുതിയ ഭാഗം ഉദ്ഘാടനം കഴിച്ചത്. ഞാനിവിടുത്തെ സെക്യൂരിറ്റി ചെക്കപ്പ് വെക്കുന്ന സ്ഥലം നോക്കി നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി ലോഞ്ചിൽ കയറാൻ. ലോഞ്ചിൽ കയറിയിട്ട് വേണം ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഹാൻഡ് ബാഗ് ചെക്കിങ്ങും ബോഡി ചെക്കിങ്ങും ഒക്കെ ഉള്ളത്. ഇനി ബെൽറ്റൊക്കെ ഊരിയിട്ട് അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ലോഞ്ചിലേക്ക് കയറാനുള്ള ഭാഗം. ഇവിടെ കുറേ പിന്നെ കോട്ട പോലത്തെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആകെ കംപ്ലീറ്റ് പുതുക്കി പണിത് നല്ല ഉഷാറാക്കിയിരിക്കുന്നു. ഈ ഒരു ഭാഗങ്ങൾ നല്ല രസമായിരിക്കുന്നു. ഒരു തൂണും പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ കരിങ്കല്ല് കെട്ടുണ്ടാക്കിയിട്ട് വെള്ളം അതിലുണ്ട് കുറച്ച്. അപ്പോൾ ഇതാണ് ലോഞ്ച് 080. ഇവിടെ വേറെയും കുറേ ലോഞ്ചുകളുണ്ട്. മറ്റുള്ള ലോഞ്ചൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിരുന്നു. ഇത് ഒരു പുതിയ ലോഞ്ചാണ്. അപ്പോൾ ഞാൻ ഇവിടെ വരി നിൽക്കുകയാണ്. 2 രൂപ നമ്മളെ പ്ലാറ്റിനം കാർഡ്, ഗോൾഡൻ കാർഡൊക്കെ ഉണ്ടല്ലോ ബാങ്കിൻ്റെ, അതിനെപ്പറ്റി മുമ്പ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇനി ഇവിടെ കാർഡ് കൊടുത്തിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണം പിന്നെ ഇനി അടുത്ത ഫ്ലൈറ്റിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തുനിൽക്കുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ് ഞാൻ. അങ്ങനെ നമ്മുടെ പ്രിൻ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബാങ്കിൻ്റെ ATM കാർഡ് ഇവരയിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫങ്ഷനായി കഴിഞ്ഞെങ്കിലേ ഉള്ളൂ നമുക്ക് ഈ പ്രിൻ്റ് വരാം. ഈ പ്രിൻ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശനമുള്ളൂ, അല്ലെ അകത്തേക്ക് കയറാൻ പറ്റില്ല. ഈ എയർപോർട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ലോഞ്ച് ഉള്ളത്. ഇത് അവിടുന്ന് ഒരു ബാൽക്കണി മോഡൽ ഇങ്ങനെ ഉള്ളതാണ്. ഇത് താഴെ സിറ്റിംഗ് ഏരിയയാണ്. ഇതാണ് ആ ഭാഗം, താഴ്ഭാഗം. അങ്ങനെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഒരു ബാൽക്കണി മോഡലുള്ളത്. അപ്പം ഇനി എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ള ഭാഗങ്ങളൊന്ന് പോയി നോക്കാം നമുക്ക്.
ഇത് കംപ്ലീറ്റ് വുഡാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകൾഭാഗവും ഒക്കെ നല്ല അടിപൊളിയായിരിക്കുന്നത്. ആകെ ഒന്ന് പൊളിച്ചു എന്നുള്ള, അതേപോലെ അടിച്ചു പൊളിച്ചിട്ട് ഉഷാറായിട്ടുണ്ട്. നല്ല രസമായിരിക്കുന്നത് കാണാൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കണ്ടിട്ട് പോകാം നമുക്ക്. ഇതൊന്നുമില്ല. അപ്പോൾ കുറച്ച് പനീർ, കുറച്ച് ബിരിയാണി, പിന്നെ ഫിഷ്, ഇത് പായസമാണ്, അടപ്പായസം, സൂപ്പ്, വത്തക്ക ജ്യൂസ്, കുറച്ച് കേക്കുകൾ, ഫ്രൂട്ട്സുകൾ, ഇതൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഫിഷ് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഈ ഒരു ഐറ്റം, ഫിഷിൻ്റെ ഐറ്റം അടിപൊളിയാണ് സംഭവം. സൂപ്പർ ടേസ്റ്റാണ്.
ഇത് ലോഞ്ചിൻ്റെ ബാറാണ്. നമ്മളൊന്ന് കയറി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നമുക്കിത് ഹറാമാണ്, നമ്മളിത് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ ഒരു സ്ഥലം ഒന്ന് കാണാൻ വന്നതാണ്. ഇതിൻ്റെ ഉൾഭാഗം, ഇതിൻ്റെ ഉള്ളിൽ ക്യാഷ് കൊടുത്തിട്ടുള്ളൂ കിട്ടും. ഇത് ഫ്രീ ഇല്ല, ഇത് നമ്മൾ കാശ് കൊടുത്തെങ്കിലുള്ളൂ ഈ സാധനങ്ങൾ കിട്ടും ഇവിടെ. നമ്മൾ യൂറോപ്പിലൊക്കെയുള്ള അതേ മോഡൽ സാധനം. നമ്മളെ പിന്നെ കാലം കഴിഞ്ഞു പോയ കുറേ സാധനങ്ങളാണ് ഉള്ളത്. ടൈപ്പ്റൈറ്റിംഗ് മെഷീൻ, പഴയ റേഡിയോ. ഇതിൻ്റെ പേര് തന്നെ റേഡിയോ ഹൗസ് എന്നാണ്. എനിക്ക് ബാറിൻ്റെ ഉള്ളിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് യൂറോപ്പിൽ പോയ സമയത്ത് എൻ്റെ എപ്പിസോഡ് ഉണ്ടല്ലേ, ഒരുപാട് വെറൈറ്റി കുപ്പികളൊക്കെ കാണാം. വേറെ എവിടെയും കാണാൻ പറ്റാത്ത പല മോഡലിലുള്ള കുപ്പികൾ കാണാം. പിന്നെ ആകപ്പാട് നല്ല ഉഷാറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഈ ബാറിനുള്ളിൽ പോയാലാണ് കാണാൻ പറ്റുക. ഇതിൻ്റെ ഒരു ലോങ് വ്യൂ ആണ്. മൊത്തം ഒരു കോർണർ എന്നുള്ള ഒരു പ്രത്യേക. ഇത് ഈ ലോഞ്ചിനോട് ചാരിയിട്ട് സെപ്പറേറ്റ് ഒരു ബിൽഡിങ്ങിലാണ് ഇത് നിൽക്കുന്നത്. സെപ്പറേറ്റ് റൂമിലായിട്ടാണ് നിൽക്കുന്നത്. ഇത് തൊട്ടടുത്ത് തന്നെയാണത്. നേരത്തെ കണ്ടത് നമ്മൾ ബാറിൻ്റെ ഉൾഭാഗമാണ്. ഇത് ബാറിൻ്റെ പുറംഭാഗമാണ്. ഇവിടെ ഇങ്ങനെ ചെറിയ കിളിക്കൂട് മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും അതുണ്ട്. ഇതുണ്ടല്ലോ, ഇതൊന്നാണ്, മറ്റേത് വേറെ ഒന്നാണ്, അത് അപ്പുറത്ത് വേറെ ഒന്നാണ്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് അതിനുള്ളതാണ്. അപ്പം ഞാൻ ലോഞ്ചിൽ നിന്ന് മടങ്ങുകയാണ്. ഇത് ഇവിടുത്തെ ബാൽക്കണി. ഇതിങ്ങനെ വന്നിട്ട് സെൻട്രലിൽ ഇങ്ങനെ ഒഴിവ്, പിന്നെ അപ്പുറം ആ കാണുന്നതാണ് ലോഞ്ച്. ഇത് കംപ്ലീറ്റ് മരമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ എയർ ഇന്ത്യൻ്റെ ഒരു സെപ്പറേറ്റ് ലോഞ്ച് ഉണ്ട്. എയർ ഇന്ത്യൻ ഫ്ലൈറ്റിൻ്റെ മാത്രമുള്ളത്. അപ്പോൾ ഇനി ഞാനിങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോവാണ്. എൻ്റെ ഗേറ്റ് നമ്പറിലേക്ക് പോകണം. ഫ്ലൈറ്റിൻ്റെ സമയം ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ ലോഞ്ചിലും ഇപ്പോൾ ഞാൻ കയറിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലോഞ്ച് കയറുക എന്നുള്ളത്. ചില ലോഞ്ചിൽ ഞാൻ വെറുതെ കയറി ഭക്ഷണം കഴിക്കാണ്ട് കയറിയിട്ടുണ്ട്. കാരണം വയറ് ഫുള്ളായ സമയത്ത് ഇതിനു മുമ്പ് ഒരു എപ്പിസോഡ് ഞാൻ കാണിച്ചിരുന്നു അതിൻ്റെ. അപ്പോൾ ഇതൊക്കെ ലോഞ്ചിൻ്റെ താഴെയുള്ള ഭാഗമാണ്, ഫ്ലോറാണിത്. ഇവിടെയൊക്കെ സിറ്റിംഗ് ഏരിയ ആണ്. പ്രയർ റൂമുണ്ട് ഇവിടെ, പിന്നെ ബാർബർ ഷോപ്പുകളുണ്ട്, ഷോപ്പുകളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്, ടോയ്ലറ്റ്സ് ഉണ്ട്. അപ്പം എൻ്റെ ബോർഡിങ് ടൈം അയക്കുന്നത്. അപ്പോൾ ഞാനിനി എസ്കലേറ്ററിൽ അങ്ങ് താഴേക്ക് ഇറങ്ങുകയാണ്. ആ ഭാഗത്താണ് നമ്മുടെ ഗേറ്റ് നമ്പർ ഉള്ളത്. അപ്പോൾ ആ ഗേറ്റ് നമ്പറിലൂടെ ഇനി അങ്ങോട്ട് ഫ്ലൈറ്റിന് പോകണം. അപ്പോൾ ബാംഗ്ലൂർ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ലോഞ്ചിലൊക്കെ ഒന്ന് കയറുക, കംപ്ലീറ്റ് ഒന്ന് കറങ്ങിക്കാണാം. നല്ല അടിപൊളി എയർപോർട്ട്, ഒരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള എയർപോർട്ടാണിത്. ഇപ്പോൾ പുതുക്കി പണിത് നല്ല ഉഷാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ
സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.